ഹായ് ഗൈസ്, അപ്പം ഇന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ക്ലേ ഉണ്ടാക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിനി കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നതാണ്. അതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 2x3 ആ കപ്പിൽ മെഷറിംഗ് കപ്പിൽ എന്താണ് ഫെവിക്കോള് ഇടുന്നുണ്ട്. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ് ഫെവിക്കോള്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിലും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും ഒഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതേപോലെ തന്നെ ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിന് മുന്നേ ഉണ്ടാകും. അപ്പോൾ ഈ ഓയിലും ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ നമ്മളുടെ വിനാഗിരി വെച്ചതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഫംഗസ് ഒന്നും വരുന്ന ചീത്തയിപ്പോതിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാൻ വലുതായിട്ട് യൂസ് ചെയ്യാത്തൊരു പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് സിമ്മിൽ വെച്ചിട്ട് വേണം, സിമ്മിൽ വെച്ച് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി അത് നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ പാത്രത്തിന് വിട്ടുവരും. കണ്ടു, ഇതേപോലെ നല്ല രീതിക്ക് തന്നെ ഇളക്കണം. ഇതേപോലെ കണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നതാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നും കൂടി നല്ല രീതിക്ക് തന്നെ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതേപോലെ. പിന്നെ ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതും ഇളക്കണോണ്ട് എനിക്ക് കുറച്ച് ഒരു പറ്റുള്ള ഇളക്കാം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടത് കണ്ട ഇത് കുറച്ചായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കട്ടേ വന്നതിനെ പിന്നെ നമ്മൾ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാര്യം ഇതിങ്ങനെ ഓരോ സൈഡിലായിട്ട് പിടിക്കുക. അപ്പം നമ്മൾ ഇളക്കി വന്നാൽ ഇങ്ങനെ ഇതേപോലെ ആകുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, ഇപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. ഇനിയും നമ്മൾ നല്ല രീതിക്ക് പാത്രത്തിൽ നിന്നൊക്കെ ഇതിപ്പോൾ കണ്ടു വിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഫുള്ളിപ്പോൾ നമ്മളുടെ മാവ് പോലെ എല്ലാം ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു സർഫസിൽ നമുക്ക് കയ്യിൽ കുറച്ച് ലോഷൻ വല്ലതും ആക്കാം. സർഫസിൽ എന്തെങ്കിലും ഒരു പൗഡർ എന്തെങ്കിലും ഇടുക. പിന്നെ നോക്കുക, നമ്മൾ ഇതിൽ ഇതാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ടേബിളിലൊന്നും ഇട്ട് ചെയ്യരുത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പഴയ ഒരു ടേബിളിലിട്ടാണ് ചെയ്യണത്. എന്നിട്ടാണ് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായി. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞ ഒരു മഴത്തുള്ളികൾ പോലെ കണ്ട, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇതേപോലെ നീണ്ടൊരു മഴത്തുള്ളിയുടെ റെയിൻ ഡ്രോപ്പിൻ്റെ രീതിക്കായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇതാക്കിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം. നമ്മൾ അത് വെച്ചുണ്ടാക്കി. ഇതാണ് ഇതിൻ്റെ വീഡിയോ. നെക്സ്റ്റ് വരും. ഇത്രേ ഉള്ളൂ. ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. ബൈ.